നമസ്കാരം. അനന്തഭദ്രം എന്ന് പറയുന്ന സിനിമ അത് നോവലായിരുന്നു. എൻ്റെ 2002 മലയാള മനോരമയുടെ ജനപ്രിയ നോവൽ അവാർഡ് ലഭിച്ച കൃതിയാണ്. 144 കൃതികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അവാർഡ് നേടിയ കൃതിയാണ്. മനോരമയിൽ പിന്നെയും ഞാൻ നോവലുകൾ എഴുതിയിട്ടുണ്ട്. എൻ്റെ നോവൽ എഴുതുമ്പോൾ എൻ്റെ എഴുത്തുകാരനാക്കാൻ സഹായിച്ച ഒരുപാട് പേരുണ്ട്. കാരണം എഴുതാൻ അറിയാത്ത ഒരാളായിരുന്നു മക്കളത്ത്. എൻ്റെ ആദ്യത്തെ നോവലാണ് അനന്തഭദ്രം. അതിലിപ്പോൾ മലയാള മനോരമയുടെ ഇപ്പോഴത്തെ എഡിറ്റർ ഇൻചാർജായ ദിലീപ്, സ്റ്റുഡൻറ് സുള്ളി എന്ന് പറയുന്ന വീഡിയോ ചെയ്തിരുന്ന ഗോവിന്ദൻകുട്ടി, അവരെയൊക്കെ ഞാൻ സ്മരിക്കും. കാരണം നമ്മൾ എന്തെങ്കിലും ആയി തീരണമെങ്കിൽ അതിൻ്റെ പിന്നിൽ നമ്മൾ മാത്രമല്ല, ഒരു വിധിയും ദൈവാനുഗ്രഹവും പിന്നെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. അതിലൊന്നായിരുന്നു മരണപ്പെട്ട മലയാള മനോരമ അന്നത്തെ എഡിറ്റർ ഇൻചാർജ് ആയിരുന്ന ഫ്രാൻസിസ് സാർ. ഇവരൊക്കെ ഉണ്ട്. നമ്മളെല്ലാവരിലും അങ്ങനെയാണ്. അനന്തഭദ്രം എന്ന് പറയുന്ന നോവൽ സിനിമയായി. മണിയമ്പിള്ള രാജുവും രഘുചന്ദ്രനും അജയചന്ദ്രനും പറഞ്ഞ 3 പേരാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തത്. ആ സിനിമയാണ് ഇന്നും. സുനിൽ പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ എന്നെ അറിയപ്പെടില്ലെങ്കിലും ഞാൻ അനന്തഭദ്രത്തിൻ്റെ ഒരു കഥാകൃത്ത് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നോവലിസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ ഇന്നും അറിയപ്പെടുന്ന 10-20 വർഷമാണെങ്കിലും അത് എന്നെ അറിയപ്പെടുന്നത്, എനിക്ക് പറയാനുള്ള ഒരു ഐഡൻറ്റിറ്റി തന്നത് നോവലും സിനിമയുമാണത്. ആ സിനിമ വർഷങ്ങൾക്ക് ശേഷം ആ സിനിമ പല ഭാഷകളിലായിട്ട് അത് അന്ന് ഡബ് ചെയ്യപ്പെടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ജർമ്മൻ ഭാഷയിലൊക്കെ മൊഴിമാറ്റി പോയതാണ്. ഇപ്പോൾ ഞാനിത് പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ, ഒപ്പം വിശ്വസിച്ച് സ്നേഹിച്ച മനുഷ്യർ ചെയ്യുന്ന ഒരു ചതിയെക്കുറിച്ചാണ്. ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് എനിക്ക് ഒരു ചെറിയ കാലത്ത് ബന്ധമുണ്ടായിരുന്ന ഒരു കുടുംബത്തിലെ പെൺകുട്ടിയാണ്, അമേരിക്കയിലുള്ള. അവരാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട്. അവരുടെ സഹോദരൻ ഒരാൾ, അയാളെ ഹരികിഷോർ മേനോൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം എന്നെക്കൊണ്ട് ഈ ഇംഗ്ലീഷിൽ നമുക്ക് ഇത് ഇംഗ്ലീഷിലേക്ക് പ്രസിദ്ധീകരിക്കാം എന്ന് പറഞ്ഞ് എന്നെക്കൊണ്ട് എഗ്രിമെൻ്റ് എല്ലാം സൈൻ ചെയ്യിപ്പിച്ചു. വിശ്വാസത്തിൻ്റെ ഭാഗമുള്ള ആളാണ്. അത്ര വിശ്വാസമാണ്. കാരണം അദ്ദേഹം എൻ്റെ രുദ്രസിംഹാസനം സിനിമയിൽ അദ്ദേഹത്തിന് റോള് കൊടുത്തു, അഭിനയിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ അഭിനയം ആഗ്രഹമായിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ കർമ്മദോഷം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് പിന്നീട് അത് തുടരാൻ സാധിച്ചില്ല. അത് സാധിക്കാത്ത വിധം അദ്ദേഹത്തിനോടൊപ്പം അനുഭവിച്ച കനിഹ എന്ന് പറയുന്ന നടിയോട് മോശമായിട്ട് പെരുമാറി. അവരവിടുന്ന് എന്നെ അവസാനം വിളിച്ചു പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന് ആ പെരുമാറ്റ ദൂഷ്യത്തിൽ നിന്ന് നമ്മൾ ഒഴിവാക്കേണ്ടി വന്നു. ഇത്തരം ആൾക്കാരെ സിനിമയിൽ പറ്റില്ലല്ലോ. അപ്പോൾ അവർക്ക് പരാതി ഉണ്ടായിരുന്നു. ഇദ്ദേഹം മോശമായിട്ട് വിളിച്ച് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇത് മാറ്റിയതാണ്. പക്ഷെ നമ്മളത് മനസ്സിലാക്കിയില്ല. നമ്മളത് ചെറുപ്പക്കാരൻ്റെ ചാബല്യമായിട്ട് കളഞ്ഞു. അദ്ദേഹം ആണ് ഈ ഇംഗ്ലീഷിലേക്ക് ഇത് പുസ്തകം ഇറക്കാനായിട്ട് 1 ലക്ഷം രൂപ ആദ്യം വേണം. അപ്പോൾ 1 ലക്ഷം രൂപ കൊടുത്തതിന് തെളിവൊന്നുമില്ല. ഇത് തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞു. അത് പോട്ടെ, നമ്മൾ കൊടുത്തു, തിരിച്ചു കിട്ടിയില്ല. പക്ഷേ ഈ പുസ്തകത്തിൻ്റെ മുഴുവൻ പുസ്തകം ഇപ്പം നമ്മൾ നോക്കിയാൽ അറിയാം, ആമസോണിലൊക്കെ ഉണ്ട് പുസ്തകം. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ വരുമാനം മുഴുവൻ ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. നമുക്ക് അക്കൗണ്ടിലായിരിക്കും. നമുക്ക് ഈ പുസ്തകത്തെക്കുറിച്ച് ഒരു അറിവുമില്ല. പുസ്തകം അതിനകത്ത് 5 സ്റ്റാറാണ്. പുസ്തകത്തിന് വേണ്ടി ലോകത്തെങ്ങാനും സെയിലുണ്ട്. പക്ഷെ നമുക്ക് അതിൻ്റെ വരുമാനമൊന്നുമില്ല. പുസ്തകം എഴുതി ജീവിക്കുന്ന ആളാണല്ലോ ഞാൻ. അപ്പോൾ ഇവിടെ എന്താണ് വിശ്വാസവഞ്ചന? നമ്മളൊരാൾ നമ്മളോട് ചേർന്ന് നിൽക്കുമ്പോൾ അയാളെ ഇവിടെ നമ്മൾ ഒപ്പിട്ട് കൊടുത്തു. അതിൽ എഗ്രിമെൻറ്റുകളെല്ലാം എന്താണെന്നൊന്നും വായിച്ചു നോക്കാനോ, ആ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ആ വിശ്വാസത്തിനെ ചൂഷണം ചെയ്യുന്നവരാണ് ഇവരൊക്കെ. ഇത് മാത്രമല്ല, ഇദ്ദേഹത്തിന് ഞാൻ ഒരു വലിയ IT കമ്പനിയിൽ ജോലിക്ക് വെച്ചു. അവിടെയും മറ്റേ ആ കനിഹ എന്ന് പറയുന്ന നടിയോട് ചെയ്തതിൻ്റെ പോലുള്ള എന്തോ ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് പുറത്താക്കപ്പെട്ടു. അപ്പോൾ നമ്മൾ ഒന്നുകൊണ്ടും പഠിച്ചില്ല. ഞാനിത് പറയാനുള്ള ഒരു പ്രധാന കാരണം, നമ്മൾ മനുഷ്യരെ തിരിച്ചറിയാൻ പഠിക്കണം എന്നാണ്. അബദ്ധങ്ങൾ പറ്റാം, ഒരബദ്ധം, നമുക്കൊക്കെ അബദ്ധങ്ങൾ പറ്റാം. നമ്മൾ ആ അബദ്ധങ്ങളിൽ നിന്ന് തിരിച്ചു വരാം, പശ്ചാത്തപിക്കാം, മാറാം. പക്ഷേ ചിലർ മാറില്ല. നിങ്ങളൊരു ഒപ്പിടുമ്പോൾ, ഒരു എഗ്രിമെൻറ്റ് നിങ്ങൾ സൈൻ ചെയ്യുമ്പോൾ, ഒരാളെ വിശ്വസിക്കുമ്പോൾ നിങ്ങൾ ചിന്തിച്ചില്ലെങ്കിൽ ഇതുപോലുള്ള വലിയ അബദ്ധം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ നോട്ടീസ് അയച്ചു. അപ്പോൾ അദ്ദേഹം അവിടെ ഇല്ല എന്ന് പറഞ്ഞ് നോട്ടീസ് മറുപടി തിരിച്ചു വന്നു. ഇതുപോലെ ഞാനൊരു വീട്ടിൽ എഴുതി വെച്ച 10-13 കഥകൾ, ഞാനിങ്ങനെ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ അവിടെ എഴുതി വെച്ച എൻ്റെ കഥകളാണ്. പിന്നീട് ആ കഥ
അവൾ ആ വീട്ടിലെ ഒരു സ്ത്രീ എടുത്ത് പുസ്തകമാക്കി ഇറക്കി. ആ പുസ്തകം മുഴുവൻ വിറ്റുപോയി. ഞാൻ നോട്ടീസ് അയച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഇനി നോട്ടീസ് അയച്ചാൽ നിയമപരമായ നടപടി നേരിടും. ഇതൊക്കെ എൻ്റെ കഥകളാണ്. ഞാൻ വെല്ലുവിളിക്കുവാണ്. ഞാൻ 1 മണിക്കൂർ, ഞാൻ 1 വർഷം തരാം. അതിലെ 13 കഥകളിലെ ഒരു കഥയെങ്കിലും, ഒരു പാരഗ്രാഫെങ്കിലും ഈ സ്ത്രീ എഴുതട്ടെ. ഞാൻ 1 മണിക്കൂർ കൊണ്ട് എഴുതാം. ഞാൻ 4 മണിക്കൂർ കൊണ്ടാണ് അനന്തഭദ്രം എഴുതിയത്. 19.5 മണിക്കൂർ കൊണ്ടാണ് ഈശ്വര കൃപയാൽ ഞാൻ ഉടയൻവാടി എഴുതിയത്. എൻ്റെ ബുക്കുകളൊക്കെ എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം. 1 വർഷം സമയം തരാം, അത്തരത്തിലൊരു കഥ എഴുതട്ടെ അവർ. അപ്പോൾ ഞാനിത് എന്തുകൊണ്ട് പ്രേക്ഷകരോട് പറയുന്നു എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വിശ്വസിക്കപ്പെടുമ്പോൾ വഞ്ചിക്കപ്പെടും. അപ്പോൾ നിങ്ങളെ ചേർത്ത് പിടിക്കുന്നവരെല്ലാം, നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ കരുതാതിരിക്കുക. നമ്മൾ അച്ഛനാണെങ്കിലും ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും കുടുംബക്കാരാണെങ്കിലും എൻ്റെ അടുത്ത് വരുന്ന ഓരോ വാർത്തകളും നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ വഞ്ചിക്കപ്പെട്ടവരുടെ കഥകളാണ് പലതും. നിരവധിയുണ്ട്. ഞാനിത് ഉദാഹരണ സഹിതം പറയുന്നത് നിയമപരമായിരുന്നു. ഞാനപ്പം വിട്ടു മനസ്സിൽ നിന്ന്, അത് അദ്ദേഹം കൊണ്ടുപോയി ജീവിച്ചോട്ടെ. ഒന്നും അല്ലെങ്കിൽ ആ വീട്ടിൽ നിന്ന് കുറേ ദിവസം ഭക്ഷണം കഴിച്ചാണ്, അതിൻ്റെ കണക്കായിട്ട് പൊക്കോട്ടെ. നിയമപരമായി പോയാൽ ഞാനിതുപോലെ വെല്ലുവിളിച്ചാൽ ഒന്നും പറ്റില്ല. നമുക്ക് ഇതെൻ്റേതാണെന്ന് ആ പുസ്തകത്തിൻ്റെ പേരൊക്കെ ഉണ്ട്, എല്ലാം എൻ്റെ തന്നെ. പക്ഷേ അതിൻ്റെ സാമ്പത്തിക സ്രോതസ്സുകളൊന്നുമില്ല, പിന്നെ ഫോണുമില്ല, ഒന്നുമില്ല. ഇത് ഞാൻ ഉദാഹരണ സഹിതം പറയുന്നത്, വഞ്ചിക്കപ്പെടുന്ന നിരവധി പേർ, വഞ്ചനയിൽപ്പെടുന്ന നിരവധി പേർ. ഇതൊരു ഉദാഹരണം, ഞാൻ എൻ്റെ തന്നെ ഉദാഹരണം പറഞ്ഞതാണ്. ഇത്രയും മഹത്തായ ഒരു സൃഷ്ടി ലോകം മുഴുവൻ അത് വ്യാപകമായി ആമസോണിലൊക്കെ അടിച്ച, എൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല ഇംഗ്ലീഷിൽ. അനന്തഭദ്രം എന്ന് പറയുന്നതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നോവല് എനിക്കൊരു അവകാശവുമില്ല. നമ്മൾ എന്താണ് ഒപ്പിട്ട് കൊടുത്തത് നമുക്ക് അറിഞ്ഞുകൂടാ. പിന്നെ പക്ഷെ ഞാനത് വിട്ടു. 45 പുസ്തകം വീണ്ടും എഴുതി. നഷ്ടപ്പെട്ടതൊക്കെ പോട്ടെ എന്ന് വിചാരിക്കുന്നതാണ് നമുക്ക് നല്ലത്. നഷ്ടപ്പെട്ടതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ നമുക്ക് ദുഃഖഭാരം കൂടും. എന്തിനാണത്? ഇതെല്ലാം നമ്മൾ വരുമ്പോഴൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഈ ശരീരം പോലും നമുക്ക് സ്വന്തമല്ല. ഈ ശരീരം പോലും നമുക്കൂടെ ഇട്ടിട്ട് പോയേ പറ്റൂ. ശരീരം പോലും സ്വന്തമല്ലാത്ത നമ്മൾ എന്തിനാണ് നമ്മുടെ പുസ്തകങ്ങളോ നമ്മുടെ വീടോ ഗൃഹങ്ങളോ എല്ലാം സ്വന്തമെന്ന് വിചാരിക്കുന്നത്? ശ്രീകുമാരൻ തമ്പി സാർ പറഞ്ഞ പോലെ സ്വന്തം എന്ന പദത്തിന് എന്തർത്ഥം, ബന്ധം എന്ന പദത്തിന് എല്ലാം ജലരേഖകളാണെന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. നമുക്ക് ദുഃഖമാണ്. നമ്മുടെ ആ പുസ്തകങ്ങൾ പലരും എന്നോട് പറയുമ്പോൾ, സ്വാമിയുടെ പുസ്തകം അതിനകത്ത് കണ്ടു, ഞാൻ വായിച്ചു കേട്ടോ. നിശബ്ദരാകാനേ പറ്റുള്ളൂ. ശരി. ഒരാളുടെ സൃഷ്ടി മോഷ്ടിച്ചെടുത്ത് എഴുതുക, ആ സൃഷ്ടി എടുത്ത് സ്വന്തം പേരിലാക്കി വരുമാനം ഉണ്ടാക്കുക, ഇങ്ങനെ നിരവധി ഇതുപോലുള്ള നിരവധി. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ളതിൻ്റെ ഒരു പ്രധാന കാരണം, വിശ്വാസം എന്ന് പറയുന്നത് 2% കുറയ്ക്കുക. 100% വിശ്വസിക്കാം എന്ന് പറയുന്നവരും രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞു വരുന്നവരും ഒക്കെ ഒരകലം മാറ്റിവെക്കുക. എൻ്റെ ആത്മീയമായും ഭൗതികമായ ജീവിതത്തിൽ സംഭവിച്ച ഒരുപാട് കാര്യങ്ങളാണ് നാം പറയുന്നത്. അത് മക്കളാണെങ്കിലും സഹോദരനാണെങ്കിലും അച്ഛനമ്മമാരാണെങ്കിലും ഒക്കെ ഒരുപാട് ഇൻസിഡൻറ്റുകൾ, ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നുകൊണ്ട് പറയുന്നതാണ്. അനുഭവങ്ങൾ, യൂട്യൂബുകൾ, വാർത്തകൾ മാത്രമല്ല, ഇതുപോലുള്ള അനുഭവങ്ങളോടുകൂടി ഞാൻ പറയുന്നതിൻ്റെ പ്രധാന കാരണം, നിങ്ങൾക്കത് ഈ വാർത്ത കേൾക്കുന്ന ഈ DNA യൂട്യൂബ് ചാനൽ കാണുന്ന ഞാൻ പറയുന്ന വാർത്തകൾ കേൾക്കുന്ന നിരവധി പേരുണ്ട്. അവർക്ക് അബദ്ധങ്ങൾ പറ്റാതിരിക്കട്ടെ. ഏറ്റവും ദുഃഖകരമായ മറ്റൊരു സത്യം, കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ ഫേസ്ബുക്ക് നോക്കുമ്പോൾ അനന്തഭദ്രത്തെക്കുറിച്ചൊരു പരമ്പര ഇങ്ങനെ വായിക്കുന്നു. ഒരാൾ നറേറ്റർ എന്നാണ് ആ പേര് മാത്രമേ ഉള്ളൂ അതിനകത്ത്. ആ നറേറ്റർ എടുത്തിട്ട് ഈ അനന്തഭദ്രത്തിൻ്റെ ഓരോ അധ്യായം വീതം വായിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. അത് 10-15 പതിപ്പായതാണ് അനന്തഭദ്രം. എൻ്റെ വരുമാന മാർഗമാണ് അനന്തഭദ്രം എന്ന് പറയുന്ന നോവൽ. ഇപ്പോഴും ഏറ്റവും നന്നായിട്ട് വിറ്റുപോകുന്ന നോവലാണ്. എനിക്ക് വളരെ ദുഃഖം തോന്നി. എന്താ ചെയ്യുക? ഞാൻ എൻ്റെ സുഹൃത്ത് വക്കീലിനെ കണ്ടു. അപ്പോൾ വക്കീൽ പറഞ്ഞു, ഇതിപ്പോൾ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇത് വേറെ ഒന്നുമില്ല, ഇത് നറേറ്റർ എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. ഞാൻ സൈബർ സെല്ലിൽ പോയി. അവിടെ ചെന്ന് അവിടെ നല്ലവരായ കുറേ മനുഷ്യരുണ്ടായിരുന്നുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥർ. അവരെൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും നോക്കാം എന്ന് പറഞ്ഞ് എൻ്റെ എൻ്റെ കയ്യിൽ നിന്ന് ഒരു പരാതി മേടിച്ചു. കഴിഞ്ഞ ദിവസം അവരെന്നെ വിളിച്ചിരുന്നു. ഇത് അമേരിക്കയിൽ നിന്നാണ് വായിക്കുന്നത്. ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആലോചിച്ച് നോക്കണം, എന്തൊരു ചതിയാണ്. രാവിലെ ഈ വിൽക്കുന്ന പുസ്തകം എടുത്ത് അങ്ങ് നറേറ്റ് ചെയ്തൊക്കെയാണ് അനന്തഭദ്രത്തിൻ്റെ ഓരോ അധ്യായങ്ങളായിട്ട്. അതുകൊണ്ട് ഒരാൾ ജീവിക്കുന്നു. ബാക്കി ഭൗതികമായ ഒരുപാട് നഷ്ടങ്ങൾ അനുഭവിച്ച ഒരാളാണ് ഞാൻ. എൻ്റെ വരുമാനം ഞാൻ പുസ്തകങ്ങളാണ്.
ഈ പുസ്തകം എടുത്തു വെച്ച് നമുക്കൊരു ബന്ധവും പരിചയമില്ലാത്ത, ഇനി ബന്ധമുള്ള ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല, അങ്ങനെയുള്ള നീചമായ പ്രവൃത്തികൾ ചെയ്ത് ജീവിക്കുന്ന കുറേ മനുഷ്യരുടെ ഇടയിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരുന്നത്. ഇതാരാണ്? ഇതിപ്പോൾ അമേരിക്കയിൽ നിന്നാണ് ഇത് പിന്നെ വായിക്കുന്നത്, വേറെ ഒന്നുമില്ല. അപ്പോൾ ഗൂഗിളിലേക്ക് ഉള്ള മറുപടി വന്നു, അത് പിന്നെ നമ്മൾ അയച്ചാൽ അതിൻ്റെ മറുപടി വന്നിട്ടില്ല. ഞാനത് മറുപടി അയച്ചിട്ടുണ്ട്, എനിക്കൊരു പരാതിയായിട്ട് അയച്ചിട്ടുണ്ട് എൻ്റെ നോവല്. അപ്പം നമുക്കിത് അനുഭവിക്കാനുള്ള ഒരു വിധിയാണ് ഇതിനകത്തുള്ളത്. ഞാൻ ഈ ചതിയും വഞ്ചനയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളൂ. നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ, വിശ്വാസത്തിൻ്റെ ഭാഗമായി എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.